ആയാ തൊട്ടോ? പോകുന്നുണ്ടോ? വീഡിയോ പോകുന്നുണ്ടോ? ഹേ ഗായ്സ്, അപ്പോൾ കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. പ്രോഗ്രാം നടക്കുന്നത് 27-നും കല്യാണം 29-നാണ്. നമ്മളെ ചെറിയ ഡാൻസും പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിശക്കുന്ന പറഞ്ഞ് ചൊറയായിക്കൊണ്ടിരുന്നോണ്ട്, അല്ലാണ്ട് എനിക്ക് വിശക്കുന്നോണ്ടല്ല, ചൊറയൊക്കെക്കൊണ്ടിരുന്നോണ്ട് നമ്മൾ ചോറയ്ക്കാൻ കഴിഞ്ഞു. ഇനി ഇലക്ക് പകരം പാത്രം കൊടുത്താൽ അതിലൊന്നും ഇല്ലെങ്കിൽ ഇവൻ ഇതുപോലെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കട്ടെ. ഫുഡ് എന്ന് വെച്ചാൽ നെയ്ച്ചോറ്, ചിക്കൻ കറി, ചപ്പാത്തി, കുറുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചോറ് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. ചോറ് കഴിച്ചുകൊണ്ട് പിന്നെ തിന്നാൻ നിന്നിട്ടാ. എൻ്റെ കൂടെയും ചോറ് കഴിച്ചോണ്ട് അച്ഛൻ്റെ കൂടെയും കമ്പനിക്ക് ഇരിക്കുന്നുണ്ട്. ഇത് വീഡിയോ എടുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഞാൻ നാലാട് അവിടെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചത്. വേറെ ആരുമല്ല, നിൽക്കുന്ന രണ്ടുപേര് എൻ്റെ അച്ഛനും അമ്മയും, ഇരിക്കുന്ന രണ്ടുപേര് അച്ഛൻ്റെ അനിയനും വൈഫുമാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ കല്യാണ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ ഒന്ന് നൈറ്റ് കാര്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടായിട്ടോ. വേഗം തന്നെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഫോണൊന്നും സ്വിച്ച് ഓഫ് ആയിട്ടോ, ചാർജ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന 28-ന് നൈറ്റാണ് കേട്ടോ. നാളത്തേക്ക് വേണ്ട കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുക. എന്നെ സാരി ഇസ്തിരിടാൻ സഹായിക്കുന്ന എൻ്റെ സ്വന്തം ഭർത്താവ്, പാവം ആളിത്തിരി കലിപ്പനാണ്. പക്ഷെ എന്നാലും എൻ്റെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കും കേട്ടോ. അതന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ്. ആയാ തൊട്ടോ? പോകുന്നുണ്ടോ? വീഡിയോ പോകുന്നുണ്ടോ? എൻ്റെ എല്ലാം ഒന്ന് ഏകദേശം സെറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം. ഞാനില്ല സമയത്തെല്ലാം അമ്മ എന്നോടൊന്ന് ത്രെഡ് ചെയ്യാൻ പറയില്ല. കുറേ നാളായി ത്രെഡ് കൊണ്ട് ചെയ്തിട്ട്, പക്ഷേ മറ്റേ ഇറേസർ കൊണ്ട് ചെയ്യാറുണ്ട്, ഫേഷ്യൽ ഇറേസർ കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ബ്ലേഡ് കൊണ്ടൊക്കെ അങ്ങനെ എടുക്കുമ്പം ശരിക്കും ഈ നൂലിൻ്റെ ആ ഒരു വൃത്തി കിട്ടൂല കേട്ടോ. അത് ഈ ത്രെഡ് കൊണ്ട് തന്നെ ചെയ്യണം. അങ്ങനെ രാവിലെ എണീറ്റേ കുറേ നാളായിട്ട് ഞാൻ കഴുത്ത് നൂരാത്ത മാല അമ്മ ഒന്ന് ഷാമ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിന്, ഒന്ന് ക്ലീൻ ചെയ്യണം. കുറേ നാളായി ആ മാല ഞാൻ ഊരിയിട്ടിട്ട്, അതുകൊണ്ട് നല്ല അഴുക്കുണ്ട്. വെള്ളം കണ്ടാൽ മനസ്സിലാവും. ബ്രഷോടൊന്ന് ഉരച്ചും കൂടി കൊടുത്തപ്പോൾ സാധനം നല്ല വൃത്തി. ഓണായാലും വിഷു ആയാലും കല്യാണമായാലും തെയ്യായാലും പിന്നെ എന്തായാലും വീട്ടിൽ പണിയെടുക്കാണ്ട് ഒന്നും നടക്കൂല. അല്ലെങ്കിൽ അമ്മ ഇവിടെ തന്നെ ഓടിക്കും. കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയാണ് ചായ കുടിക്കൽ. ഞാൻ വരുന്നില്ലപ്പാ. പാമ്പുണ്ടാ? എന്താക്കണ്ട ഇപ്പൊ ഞാൻ? നിന്റെ കണിയല്ലേ, ഞാൻ വരുന്നില്ല. നീ പോയി ചായ ഉണ്ടേ? ആ ഒറ്റ ചായ കുടിക്കുന്നു. പോ അവിടെ അപ്പുറം നിറച്ചും ചായ ഉണ്ട്. പോ. എവിടുന്ന് പോ? ആര് പോകണ്ടെന്ന് നോക്കട്ട്. പൂകൊണ്ടതിനാ ഇടപെടീന്ന് പറഞ്ഞ് വേഗം കീഞ്ഞിട്ടോ. റെഡിയാന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മള് ഏട്ടൻ്റെ വണ്ടിയിലാന്നിട്ടാ പോയത്. ഡ്രൈവർ പിന്നെ ചിരിക്കൂലല്ല. ചോര് തൊട്ട് വെച്ചാൽ മൂന്നെണ്ണം വേണ്ട. അതൊന്ന് തലക്ക് കൈ വെക്കോ, ജസ്റ്റ് ഒന്ന് കുറച്ച് അടുത്തുണ്ടോ, കാലം കേൾക്കില്ല. അങ്ങനെ ഒന്ന് കൈ വെച്ചാൽ ഓക്കെ, സെറ്റ് സെറ്റ്. ഓക്കെ. ഈ കൈ പിടിക്കുന്നത് അനിയത്തിയാണ് കേട്ടാ. ഓൻ്റെ നീളം കണ്ട ഏട്ടൻ എന്ന് പറയുമെങ്കിലും ഇതെൻ്റെ അനിയനാന്ന് കേട്ടാ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഐങ്ങോത്ത് നക്ഷത്രയിലാണ് കല്യാണം ഉണ്ടായത്. സമയമൊക്കെ ഏകദേശം ആവാറായിട്ടുണ്ടേ. സമയമാകുമ്പോഴത്തേക്ക് ചെക്കനും എത്തി. കല്യാണം
കല്യാണമൊക്കെ കാണുമ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയേ. ചോറ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. നല്ലൊരു സദ്യ വന്നിട്ടുണ്ടായത്. സൈഡായിട്ടൊരു ചിക്കൻ വറവും ഉണ്ടെന്നേലും. ഇത്രയുമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സാധനം കഴിക്കുന്നത്. അതും പായസത്തിൻ്റെ കൂടെ. ബോളിക്ക എന്നാണ് ഇതിനെ പറയൽ കേട്ടാ. നമ്മൾ പറയും ബോളിന്ന്. ശരിക്കും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനം. പക്ഷേ കഴിച്ചോക്ക് നേട്ടം പറഞ്ഞുകൊണ്ടാണ് കേട്ടാ. കഴിച്ച് നോക്കി. അത് ഫുള്ള് ഞാൻ കഴിച്ചിട്ടാ. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിട്ടാ. ഇനിയിപ്പോൾ ഈ സാധനം കിട്ടുമ്പോൾ ഞാൻ എന്തായിട്ടും വേസ്റ്റ് ആക്കൂല. ചോറെല്ലാം കഴിച്ച് പോകുമ്പോഴത്തേക്കും അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത്ര കേട്ടാ. ഇവരൊന്ന് ഫുഡ് കഴിക്കണം അത്ര. നമുക്ക് കിട്ടുന്ന ഒരു ഫോട്ടോ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ഫോട്ടോ കാണുമ്പോൾ ഇത് നല്ല രസമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അവരെടുത്ത എഫേർട്ട് അത്രമാത്രം ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത പരിപാടിയാണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുക. വേഗം തന്നെ അവിടെ എത്തിയിട്ടോ. ഒരു 1/4 മണിക്കൂർ ദൂരേ ഉണ്ടാവുള്ളൂ. പയവട കുടിക്കുന്ന ഹോർലിക്സും ബേക്കറി പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശേഷം ഇവരുടെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരോട് ടാറ്റയും പറഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ലക്ഷ്യം കൂടെ വെച്ചിട്ടാണ്. ഓക്കെ ബൈ.